നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന കായികമേളയിൽ മെഡൽ ജേതാക്കൾക്കും മേളയിൽ പങ്കെടുത്തവർക്കും നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വരവേൽപ്പ്. അഞ്ജലിക്കും അതുല്യയ്ക്കും ആൻസിക്കും പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പാരിതോഷികങ്ങൾ. ദേശീയപാത 17 വാഹനാപകടം തുടർക്കഥയാകുന്നു. തൃത്തല്ലൂരിലും ചെന്ത്രാപ്പിന്നിയിലും ഇടശ്ശേരിയിലും തളിക്കുളത്തും വ്യത്യസ്ത അപകടങ്ങൾ. പെരിങ്ങനം നവാസ് വധക്കേസിലെ സാക്ഷിയുടെ പലചരക്ക് കട കത്തിക്കാൻ ശ്രമം. വാർത്തകൾ വിശദമായി. സംസ്ഥാന കായികമേളയിൽ 4 സ്വർണവും 2 വെങ്കലവും നേടി ജന്മദേശത്ത് തിരിച്ചെത്തിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ കായിക താരങ്ങൾക്ക് സ്വീകരണം നൽകി. PD അഞ്ജലിയെയും PA അതുല്യയെയും ആൻസിയെയും കായികമേളയിൽ പങ്കെടുത്ത 17 കായിക താരങ്ങളെയും പരിശീലകരായ കണ്ണൻ മാഷ്, അനന്തു മോഹൻ എന്നിവരെയും രക്ഷിതാക്കളെയും വാദ്യമേളം, നാസിക് ഡോൾ എന്നിവയുടെ അകമ്പടിയോടെ നാട്ടിക B.Ed സെന്ററിൽ നിന്നും ഘോഷയാത്രയായി ഫിഷറീസ് സ്കൂളിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടർന്ന് അനുമോദന യോഗവും ചേർന്നു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ ഉദ്ഘാടനം നിർവഹിച്ചു. SMC ചെയർമാൻ BK ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് VK ദിനേശൻ സ്വാഗത പ്രസംഗവും പ്രിൻസിപ്പാൾ KH സാജൻ മാസ്റ്റർ ആമുഖ പ്രസംഗവും നടത്തി. തളിക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് K ദിലീപ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, നാരായണൻ, MK മോഹനൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, ശ്രീദേവി മാധവൻ, സുമതി അരവിന്ദാക്ഷൻ, സത്യഭാമ ജയപാലൻ, TK പ്രസാദ്, വലപ്പാട് CI R രതീഷ് കുമാർ, HM KP വത്സര ടീച്ചർ, സ്റ്റാഫ് പ്രതിനിധി ഷീല ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയപാത 17 വാഹനാപകടം തുടർക്കഥയാകുന്നു. തൃത്തല്ലൂരിലും ചെന്ത്രാപ്പിന്നിയിലും ഇടശ്ശേരിയിലും തളിക്കുളത്തും വ്യത്യസ്ത അപകടങ്ങളിൽ 5 പേർക്ക് പരിക്ക്. ദേശീയപാത 17 ചെന്ത്രാപ്പിന്നി ഹൈസ്കൂൾ റോഡിനടുത്ത് സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് പരിക്കേറ്റു. ചെന്ത്രാപ്പിന്നി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി കൂരിക്കുഴി സ്വദേശി പുതിയ വീട്ടിൽ മുഹമ്മദ് റഫീഖിന്റെ മകൾ ഹസ്നയ്ക്കാണ് പരിക്കേറ്റത്. ഹസ്നയെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. സ്കൂളിലേക്ക് സൈക്കിളിൽ പോവുകയായിരുന്ന ഹസ്ന റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ എറണാകുളം ഗുരുവായൂർ റൂട്ടിലോടുന്ന ആറ്റുപറമ്പത്ത് ബസ് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ഓട്ടോ ഡ്രൈവർമാർ കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചു. വിദ്യാർത്ഥിനിക്ക് തലയ്ക്കാണ് പരിക്കേറ്റത്. മതിലകം പോലീസ് സ്ഥലത്തെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ തളിക്കുളം ഇടശ്ശേരിക്ക് സമീപം നാഷണൽ പെർമിറ്റ് ലോറി നിയന്ത്രണം തെറ്റി മരത്തിലിടിച്ച് ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അപകടത്തിൽ വയനാട് ചൂണ്ടയിൽ ഇല്ലിക്കൽ മുഹമ്മദിന്റെ മകൻ ഗഫൂറിനാണ് പരിക്കേറ്റത്. വാഹനത്തിനകത്തകപ്പെട്ട ഡ്രൈവറെ ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് 2.5 മണിക്കൂർ നേരത്തെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഡ്രൈവർ ഉറങ്ങിയതാവാം അപകട കാരണമെന്ന് കരുതുന്നു. തൃത്തല്ലൂരിൽ പള്ളിക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ചിരട്ട കയറ്റിയ ലോറിയിൽ കണ്ടെയ്നർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ കണ്ടെയ്നർ ലോറി ഡ്രൈവർ മഞ്ചേരി കാരപ്പുള്ളി പരപ്പം വീട്ടിൽ റിയാസിനും ചിരട്ട ലോറി ഡ്രൈവർ ആലപ്പുഴ പൊന്നാട് നെല്ലിക്കൽ സിറാജിനും പരിക്കേറ്റു. തളിക്കുളം സ്നേഹതീരം റോഡിൽ അർദ്ധരാത്രിയോടെ മറ്റൊരു ബൈക്ക് അപകടത്തിൽ യുവാവിനും പരിക്കേറ്റിരുന്നു. വലപ്പാട് ബീച്ച് രാമത്ത് വീട്ടിൽ ബിനീഷിനാണ് പരിക്കേറ്റത്. തളിക്കുളം ഇടശ്ശേരിയിൽ തേയില കയറ്റി പോയിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ മുൻവശത്തെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ലോറി ഡ്രൈവറുടെ കാലിൽ കമ്പി തുളഞ്ഞുകയറിയ നിലയിലായിരുന്നു. തിരക്കേറിയ ദേശീയപാതയിൽ അപകടം തുടർക്കഥയായി തീർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം 10ാം കല്ലിൽ ലോറി റോഡരികിലേക്ക് മറിഞ്ഞ് ഇലക്ട്രിക് പോസ്റ്റും സോളാർ ലാബും ഇടിച്ചു തകർത്തിരുന്നു. ഗണേശമംഗലത്ത് അപകടത്തിൽ വീട്ടമ്മയും മരണപ്പെട്ടിരുന്നു. പെരിങ്ങനത്ത് നവാസ് വധക്കേസിലെ സാക്ഷിയുടെ പലചരക്ക് കട കത്തിക്കാൻ ശ്രമം. പെരിങ്ങനം പാണ്ടിപ്പറമ്പ് റോഡിൽ മുള്ളക്കര ബാബുരാജിന്റെ പെട്ടിക്കടയാണ് കത്തിക്കാൻ ശ്രമിച്ചത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെയാണ് സംഭവം. പട്ടി കുരയ്ക്കുന്നത് കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് വീടിനോട് ചേർന്നുള്ള കട കത്തുന്നത് കണ്ടത്. ഉടൻ തന്നെ വീട്ടുകാർ വെള്ളമൊഴിച്ച് തീയണച്ചു. പെരിഞ്ഞനത്ത് നവാസിനൊപ്പം ആക്രമിക്കപ്പെട്ട രമേശിന്റെ ജ്യേഷ്ഠനാണ് ബാബുരാജ്. മതിലകം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു.
അതേസമയം CPM പ്രദേശത്ത് ആക്രമണം നടത്തുകയാണെന്ന് BJP ആരോപിച്ചു. BJP നേതാക്കളായ AR ശ്രീകുമാർ, KP ഉണ്ണികൃഷ്ണൻ, പോണത്ത് ബാബു, KM മനോജ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. പെരിഞ്ഞനം ലോക്കൽ സെക്രട്ടറിയായി മാറിയതിനു ശേഷം പെരിഞ്ഞനം പഞ്ചായത്തിൽ സംഘർഷം ഉണ്ടാക്കാനുള്ള ഗൂഢമായ ശ്രമമാണ് ആറുമുഖൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നവാസിൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആ കൊലപാതക കേസിലെ സാക്ഷികളായിട്ടുള്ള ആളുകളെ നിരന്തരം മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ സ്ഥിരം പല്ലവിയായി മാറിയേക്കും. ഇരിങ്ങാലക്കുട കേസിനെത്തുന്ന ആ കേസിൽ സാക്ഷി പറയാൻ വരുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന സംഭവം ഇതിക്ക് മുമ്പുണ്ടായിരുന്നു. പോലീസിൽ അത് പരാതിപ്പെട്ടിട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. പെരിഞ്ഞനം MV ബാബുരാജിന്റെ പീടിക തീവെച്ച് നശിപ്പിച്ചതിൽ ജനതാദൾ S നിയോജക മണ്ഡലം കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധിച്ചു. ജില്ലാ പ്രസിഡന്റ് CP റോയ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് NA ഇസ്മായിൽ മാസ്റ്റർ, അബ്ദുൾ മജീദ് ഹാജി, VR ഹരിദാസൻ മാസ്റ്റർ, MV ബാബുരാജൻ, സനിൽ ഘോഷ്, ജോസ് കുഴിപ്പിൽ, ജോഷി തരകൻ, മനു നായർ എന്നിവർ പ്രസംഗിച്ചു. കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷാ നടപടികൾ പൂർത്തീകരിക്കണമെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 42ാം ആണ്ടു നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ KF ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു. മതിലകം മഹല്ല് ഖത്തീബ് അബ്ദുസലാം ഫൈസി ദുആക്ക് നേതൃത്വം നൽകി. اللهم أخرجنا وصلنا إلى حضرة حبيبنا وسيدنا وشفيعنا ومصطفانا محمد صلى الله عليه وسلم إلى أرواح إخوانه من الأنبياء والمرسلين إلى أرواح إخوانه المؤمنين إلى أرواح أصحاب البدرين والمهديين والمؤمنين والمصدقين وأولي الصحابة والقرابين أجمعين إلى حضرة شيخنا وسندنا وقربنا وقوتنا للمؤمنين بالفضل الجيلاني وإلى حضرة سيدنا الحسن الشاذلي رسول الله صلى الله عليه وسلم وإلى حضرة سيدنا محمد الحاشمي رسول الله صلى الله عليه وسلم إلى حضرة سيدنا عبد القادر عيسى رسول الله صلى الله عليه وسلم وإلى حضرة جميع مشايخنا في سلسلة الشاذلية القادرية رضي الله عنهم ونفعنا بعلومهم. MY മുഹമ്മദ് റംസാൻ, KS സെയ്ദ് മുഹമ്മദ്, MH മുഹമ്മദ് അബ്ദുൽ ഖാദർ, ഇസ്ഹാഖ് ദാരിമി, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, MH അബ്ദുൽ കബീർ എന്നിവർ പങ്കെടുത്തു. വൈകിട്ട് നടന്ന ദിക്ർ ഹൽക്ക സീദി കോയ തങ്ങൾ അൽ ബുഖൈബിലി നേതൃത്വം നൽകി. PV മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സ്വലാത്ത് മജ്ലിസിന് പാണക്കാട് സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ഷിഹാബുദ്ദീൻ തങ്ങൾ നേതൃത്വം നൽകും. ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യ പ്രഭാഷണം നടത്തും. ഞായറാഴ്ച രാവിലെ 10 മുതൽ 1 മണി വരെ അന്നദാനവും ഉണ്ടാകും. വൈകിട്ട് 4-ന് നടക്കുന്ന ഹത്തം ദുആക്ക് മാത്തൂർ UP മുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകും. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പെരിഞ്ഞനം 2ാം വാർഡിൽ തണൽ വൃദ്ധപരിപാലന കേന്ദ്രം ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഈ കേന്ദ്രത്തിനെ കുറിച്ചൊക്കെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2005-10 കാലഘട്ടത്തിലെ ഭരണസമിതിയാണ് ഈ പദ്ധതിക്ക് രൂപം കൊടുത്തത്. ആ ഭരണസമിതി പിരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ പണി, എല്ലാ കേന്ദ്രങ്ങളുടെയും പണി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കാത്തതിൻ്റെ ഭാഗമായിട്ട് ആ ഭരണസമിതിക്ക് അതിൻ്റെ ഉദ്ഘാടനമോ ഒന്നും തന്നെ നടത്തി പോകാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് വന്ന ഭരണസമിതി അതിൻ്റെ സ്പിൽ ഓവറായിട്ടുള്ള വർക്കുകളൊക്കെ തന്നെ നടത്തി എല്ലാ കേന്ദ്രങ്ങളുടെയും പണി പൂർത്തീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത് എല്ലാവരുടെയും ഉദ്ഘാടനം കഴിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ ഒരു പ്രത്യേക താല്പര്യത്തിൻ്റെ മുകളിലാണ് ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉദ്ഘാടനമൊക്കെ തന്നെ നമ്മൾ നിശ്ചയിച്ചത്. പല സ്ഥലത്തും ഞങ്ങളിപ്പോൾ ഇന്ന് കാലത്ത് പോയതിൽ 1-2 സ്ഥലത്തൊക്കെ തന്നെ ഇവർ ഇവിടെ വന്ന് ഇരുന്നാൽ ഇവർക്ക് എന്തൊക്കെ സൗകര്യം വേണം, ഏതൊക്കെ സൗകര്യം വേണം, അതില്ല ഇതില്ല എന്നുള്ള രീതിയിലൊക്കെ കുറവുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ എല്ലാ സൗകര്യത്തോടു കൂടിയും ഒന്നും തന്നെ, നമുക്കൊരു വീടുണ്ടാക്കുകയാണെങ്കിലും നമുക്ക് എല്ലാ സൗകര്യവും ഒത്തിണങ്ങിയിട്ടായിരിക്കില്ലല്ലോ നമ്മളതിലേക്ക് കയറി കിടക്കുന്നത്.
പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM സുബ്രഹ്മണ്യൻ, BDO J ഹരിലാൽ, പഞ്ചായത്ത് അംഗങ്ങളായ സായിദ മുത്തുക്കോയത്തങ്ങൾ, വിനീത മോഹൻദാസ്, ഉഷ പ്രകാശൻ, അജയ് ഘോഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AR രവീന്ദ്രൻ, ICDS സൂപ്പർവൈസർ S ഓമന, തങ്കം ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.